വടയോത്തിടം ശ്രീ അഭിമന്യു ക്ഷേത്രം. ഈ ക്ഷേത്രം കേരളത്തിലെ അഭിമന്യുവിന് വേണ്ടി സമർപ്പിച്ച ഏക ക്ഷേത്രമാണ്. അഭിമന്യുവിന് വേണ്ടി ഉള്ള വേറൊരു ക്ഷേത്രം രാജസ്ഥാനിലാണ്. അഭിമന്യുവിൻ്റെ വേളി കഴിഞ്ഞ സ്ഥലമാണ് ഈ വടയം എന്ന സ്ഥലം. വടയത്ത് കൊണ്ട് പഞ്ചപാണ്ഡവന്മാർ വനവാസത്തിന് വേണ്ടി വന്നിരുന്നു. അപ്പോൾ ആ അവസരത്തിൽ അഭിമന്യു ബലരാമപുത്രിയായ വത്സലയുമായി സ്നേഹത്തിലായിരുന്നു. വത്സലയും അഭിമന്യുവും കൂടി ഒളിച്ചോടി വന്ന് വേളി കഴിച്ച സ്ഥലമാണ് ഈ സ്ഥലം. വേളിപ്പറമ്പ് എന്നൊരു സ്ഥലം ഇതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. അത് അഭിമന്യുവിൻ്റെ വേളി കഴിഞ്ഞ സ്ഥലമാണെന്നാണ് പറയപ്പെടുന്നത്. ഈ സ്ഥലത്ത് ഇപ്പോൾ ക്ഷേത്രമുള്ള സ്ഥലത്ത് അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായി ഒരു 3000 വർഷം പഴക്കമുള്ള ഒരു മഠമുണ്ടായിരുന്നു. കിരാതമൂർത്തിക്ക് വേണ്ടി സമർപ്പിച്ച മഠം. അപ്പോൾ തൻ്റെ പിതാവായ അർജുനന് പാശുപതാസ്ത്രം നടത്തി അനുഗ്രഹിച്ച ആ കിരാതമൂർത്തി ദേവനെ വണങ്ങാൻ വേണ്ടി അഭിമന്യു ദേവൻ ഇവിടെ വരികയും തൻ്റെ വീട് കഴിഞ്ഞ സ്ഥലത്ത് കുടികൊള്ളുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. അഭിമന്യു പൂർവ്വജന്മത്തിൽ ചന്ദ്രദേവൻ്റെയും രോഹിണിയുടെയും മകനായ വർച്ചസ്സായിരുന്നു. മനുഷ്യാവതാരം എടുക്കാൻ വേണ്ടി അഭിമന്യു അർജുന സുഭദ്ര ദമ്പതികളുടെ മകനായി പിറന്നതാണ്. തൻ്റെ 16ാമത്തെ വയസ്സിൽ ലോകം ജീവിതം വെടിഞ്ഞ അഭിമന്യു ചന്ദ്രലോകത്ത് പോവുകയും ദേവാംശത്തിൽ ദേവാരൂപമായിട്ട് ഈ സ്ഥലത്ത് കുടികൊള്ളുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. ഇവിടെ മാർച്ച് 3-നാണ് പ്രതിഷ്ഠാദിന മഹോത്സവം നടത്തുന്നത്. 2023 മാർച്ച് 1, 2, 3 തീയതികളാണ് ഇവിടെ ക്ഷേത്രതന്ത്രി കർണനെല്ലൂർ ശ്രീ പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ പ്രതിഷ്ഠ നടന്നത്. എത്ര കൊല്ലത്തെ പഴക്കം ഈ ക്ഷേത്രത്തിന് സ്വർണ്ണപ്രശ്നത്തിൽ ഒരു 700 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ടെന്നാണ് പറഞ്ഞത്. 700 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ടായിരുന്നു. ഇതിനു മുമ്പേ വേറെ ക്ഷേത്രമായിരുന്നു. അത് ചില പ്രതിഷ്ഠ ഉണ്ടായിരുന്നു. പ്രതിഷ്ഠ ഉണ്ട്. പഞ്ചലോഹ വിഗ്രഹമായിരുന്നു. പഞ്ചലോഹ വിഗ്രഹം എന്ന് പറഞ്ഞാൽ 3.5 അടി ഉള്ള പഞ്ചലോഹ വിഗ്രഹമാണ്. അത് മോഷണം പോയതാണ്. മോഷണം പോയത് അതിൻ്റെ അന്വേഷണം എവിടെ എത്തിയില്ല. അവിടെയൊക്കെ ഭയങ്കര ഇതെല്ലാം ഉണ്ടായിരുന്നു. ഈ അന്യായപ്പെട്ടു പോകുന്ന ഈ സ്ഥലം അന്നത്തെ കമ്മിറ്റിക്കാർ ഇടപെട്ട് കോടതി വിധിയിലൂടെ ഒത്തുതീർപ്പായതാണ്. എതിർകക്ഷികളായിട്ട് അങ്ങനെ ഇപ്പോൾ എല്ലാം നല്ല നിലയിലാണ് പോകുന്നത്. ഇപ്പോൾ ക്ഷേത്രത്തിന് ആരും വലിയ ശത്രുക്കളൊന്നുമില്ല. പക്ഷേ ക്ഷേത്രത്തിൻ്റെ ഒരു മഠത്തിൻ്റെ സ്ഥലം ഇപ്പോൾ അന്യായപ്പെട്ട് കിടക്കുകയാണ്. അത് ഭാവിയിൽ കമ്മിറ്റിക്ക് എപ്പോഴും കേസിൽ പോകാം എന്നാണ് കോടതി വിധിയിലുണ്ട്. അപ്പോൾ അതൊക്കെ ധനവും അതിൻ്റെ ആർജവവും ഒക്കെ വരുന്ന കാലത്ത് കമ്മിറ്റി ആ കേസിൽ പോയി ആ സ്ഥലം തിരിച്ചെടുക്കാൻ ശ്രമിക്കുന്നതാണ്. ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ അന്നദാനം കൊടുക്കുന്നുണ്ടല്ലോ. ഈ അന്നദാനം കഴിഞ്ഞ വർഷവും ഉണ്ട്, മുൻ വർഷങ്ങൾ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഈ വർഷം മുതൽ? എല്ലാ വർഷവും പ്രതിഷ്ഠയ്ക്ക് ശേഷം എല്ലാ വർഷവും ഉണ്ട്. ഇവിടെ ഒരു നാഗക്കാവുണ്ട്. ഇതിന് മേലെ തന്നെയാണ്. അവിടെ ഒക്ടോബർ 27-നാണ് പ്രതിഷ്ഠാദിന മഹോത്സവം നടന്നത്. അത് പാമ്പുമേൽ തന്ത്രിയാണ് അതിൻ്റെ തന്ത്രിവൈദ്യൻ. അപ്പോൾ അത് ഒക്ടോബർ 27-ന് അന്ന് 100 പാലും സമർപ്പണവും നാഗപൂജയൊക്കെ ഇവിടെ ഉണ്ട്. അത് വർഷം തോറും നടത്തി വരുന്നുണ്ട്. ഞങ്ങൾക്ക് കമ്മിറ്റിക്കെല്ലാം സാധിക്കുന്ന കാലത്ത് അത് 1000-നും കുമ്പത്തിൽ 1000-നും മറ്റ് എല്ലാം പരിപാടി നടത്താനും സർപ്പവലിയൊക്കെ മുടങ്ങാതെ വർഷത്തിൽ കഴിക്കാനൊക്കെ ശ്രമം ഞങ്ങൾ നടത്തുന്നതാണ്. ഈ അമ്പലത്തിൻ്റെ സമീപകാല ചരിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പാട്ടുപുരയൊക്കെയുള്ള പഴയ ഒരു ക്ഷേത്രമായിരുന്നു, വിഗ്രഹമില്ലാതെ. അപ്പോൾ തന്ത്രിവര്യനെ ഇവിടെ വരവേൽക്കുകയും അപ്പോൾ തന്ത്രീശ്വരൻ ഇവിടെ വന്ന് പറഞ്ഞു, ഇവിടുത്തെ മൂർത്തികൾ എന്താണ്, ദൈവം എന്താണെന്ന് നമുക്ക് അറിയണമെങ്കിൽ ഒരു സ്വർണ്ണപ്രശ്നം വെക്കണം. അന്ന് ശ്രീ കുഞ്ഞപ്പ മാഷ് ഒക്കെയുള്ള കാലത്താണ്, ശ്രീ ബാലകൃഷ്ണേട്ടൻ ആളുകളുള്ള കാലമാണ്. അപ്പോൾ കുഞ്ഞപ്പ മാഷ് ഇത് പറയുന്ന കാലഘട്ടത്തിൽ പൂജ നടത്താൻ വേണ്ടി ചെടിക്കളം ഇല്ലത്ത് തിരുവേനയായിരുന്നു പൂജ നടത്തുന്നത്. അദ്ദേഹത്തിന് കണ്ണ് കാണില്ല. അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 12 മാസത്തെ പൂജ ഇവിടെ നടത്താൻ വേണ്ടി ശ്രമിക്കുകയും ശ്രീ ചാത്തുവേട്ടൻ, അദ്ദേഹം ഇപ്പോൾ ഇല്ല, ഇവരൊക്കെ പോയിരിക്കുകയാണ്, അയാളായിരുന്നു വിളക്കൊക്കെ വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു മാസപൂജയ്ക്ക് വേണ്ടി എൻ്റെ പേര് നിർദ്ദേശിക്കുകയും അങ്ങനെ ആ മാസപൂജയ്ക്ക് വേണ്ടി ഞാനിവിടെ വരികയൊക്കെ ചെയ്യും. വന്നിരുന്നു ഒരു പ്രാവശ്യം. അങ്ങനെയാണ് ഇവിടെ അദ്ദേഹം എന്നെ ഒരു പ്രസിഡൻ്റായിട്ട് ചെറിയൊരു കമ്മിറ്റിയൊക്കെ ഫോം ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെങ്കിൽ ഈ കുഞ്ഞപ്പ മാഷ് അയാൾ നേരത്തെ പോയി, കുഞ്ഞപ്പ മാഷയാണ് ഞാൻ കാണുന്നത്. അദ്ദേഹം എന്നെ വിളിക്കുകയും അവളെ വീട്ടിൽ വെച്ചിട്ട് ഒരു മീറ്റിംഗ് നടത്തുകയും അദ്ദേഹത്തിന് അനുജനായിരിക്കുന്ന ബാബുക്കുറുപ്പാടുണ്ടായി. ഞങ്ങളൊക്കെ അവിടെ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ പിന്നീട് ഇദ്ദേഹത്തിന് വലിയൊരു രോഗം വരികയും ഏതാണ്ട് 1 മാസക്കാലം മാത്രമാണ് അദ്ദേഹം നിന്നിട്ടുള്ളത്. അദ്ദേഹം
ഞങ്ങളോട് വിട പറഞ്ഞു. പിന്നെ ഞങ്ങളെ കമ്മിറ്റി എന്നെ പ്രസിഡൻ്റാക്കി വെച്ച് കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. നമ്മുടെ ദൗത്യം ഇതെന്ത് എന്നുള്ള ഈ ക്ഷേത്രത്തിൽ എന്ത് സംഭവിക്കും, നമ്മളിത് പുറപ്പെടണോ അല്ലെങ്കിൽ വിട്ടു നിൽക്കണം, എനിക്ക് ആവശ്യം. അങ്ങനെ ഞങ്ങൾ തന്ത്രീശ്വരൻ്റെ നിർദ്ദേശപ്രകാരം സ്വർണ്ണപ്രശ്നം ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയും തന്ത്രീശ്വരനെ കാണാൻ വേണ്ടി പോവുകയും ചെയ്തു. ഇപ്പോൾ തന്ത്രി എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ എനിക്കറിയില്ല. ഞാനിങ്ങനെ നമ്മുടെ നാട്യമംഗലം ക്ഷേത്രത്തിൻ്റെ അതിലൂടെ ബോർഡ് കണ്ടു, അവിടെ നമ്മുടെ തന്ത്രി വരുന്നുള്ള ഒരു ബോർഡ് കണ്ടു. അങ്ങനെ ഞാനിവിടെയുള്ള കമ്മിറ്റിക്കാരെയൊക്കെ കൂട്ടി ജാതകോടുണ്ട്, കുറച്ച് പേരെ കുഞ്ഞാട്ടൊക്കെ ഞങ്ങൾ നാട്യമംഗലത്ത് പോയി തന്ത്രിയെ കാണുകയും ഇതിന് പരിചയക്കാരനായിട്ടുള്ള ഒരാൾ PT വാസുദേവൻ എന്ന് പറയും, നമ്മുടെ അടുത്ത അമ്പലത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു, അദ്ദേഹത്തെ കൂട്ടി പോയി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. ഞാനാണ് അദ്ദേഹത്തെ ബൈക്കിൽ കൊണ്ടുപോയി. അപ്പോൾ അവിടെ നാട്യമംഗലത്തെത്തിയപ്പോൾ PT വാസുദേവനെ കണ്ടപ്പോൾ തന്ത്രി പറഞ്ഞു, വാസു അമ്പലത്തിൻ്റെ നടുപ്പൂര് ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ വേദന നടത്തണം, അതിൻ്റെ ഡേറ്റ് നിങ്ങൾ വാങ്ങണം, ഡേറ്റ് എന്നുള്ള അവിടുന്ന് കൊടുക്കുകയും ഞങ്ങൾ പറഞ്ഞു സ്വർണ്ണപ്രശ്നത്തിൻ്റെ ആളുകളെയൊക്കെ ഞങ്ങൾ നിർദ്ദേശിക്കുക. അങ്ങനെ രാംകുർമ പൊതുവാൾ എന്ന് പറഞ്ഞ ഒരാളെ കൊണ്ടുവരികയും ഇവിടെ സ്വർണ്ണപ്രശ്നം രഞ്ജിത്ത് V നമ്പ്യാർ നേതൃത്വത്തിൽ ആണ് ഇവിടെ പ്രശ്നമൊക്കെ നടത്തിയത്. അങ്ങനെ ആ പ്രശ്നത്തിൻ്റെ ഫലമായിട്ടുള്ള എല്ലാ പരിഹാര ക്രിയകളും ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഘട്ടങ്ങളിൽ കൂടി കടന്നുപോയി. ആകപ്രതിഷ്ഠയായിരുന്നു ആദ്യം പറഞ്ഞത്, അത് നടത്തി. അതിനുശേഷമാണ് നമ്മുടെ ഈ പ്രതിഷ്ഠ 2022 നടത്തി. അതുപോലെ വാർഷികങ്ങളൊക്കെ ചെയ്ത്. പക്ഷേ ഇവിടെ ജനപങ്കാളിത്തമാണ്. 3-ാം തീയതി പൂജയ്ക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ആദ്യം പറഞ്ഞല്ലോ വളരെ കഷ്ടപ്പെട്ടായിരുന്നു പൂജ. പക്ഷേ ഇപ്പോൾ പൂജയ്ക്ക് ബുക്കിംഗ് ആണ്, ആളുകൾ കൂട്ടായ്മയാണ്, ആളുകൾക്ക് വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ വർഷം 3-ാം തീയതിയാണ്. 3-ാം തീയതി മാസം 3 അപ്പോഴത്തേക്ക് ആളുകൾ വരുന്നു, വഴിപാടുകളായിട്ട് പന്ത സമർപ്പണം. ആളുകളിങ്ങനെ ഈ ക്ഷേത്രത്തിലേക്ക് ആകർഷണമായിക്കൊണ്ട് വരുന്നു. ഏതോ ഒരു എന്താ പറയുക, നമുക്ക് അതീന്ദ്രിയമായിരിക്കും ശക്തി ഇവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇന്ന് അറിയാം അന്നദാനവും കാര്യങ്ങളൊക്കെ പറയും. ഇത് നമ്മൾ വലിയ പബ്ലിസിറ്റി അല്ലെ വലിയ ക്ഷണവും ചെയ്ത് ജസ്റ്റ് അവിടെയൊക്കെ നമ്മൾ അറിയിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യവും ഇനിയും ഇത് ഉയരങ്ങളിലേക്ക് എത്തണം. ഈ ക്ഷേത്രത്തിന് ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. നമുക്ക് ഈ അമ്പലത്തിന്റെ നവീകരണമായി ബന്ധപ്പെട്ടുകൊണ്ട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? പൊതുജനങ്ങളോട് ഭക്തരോട് എന്താണ് പറയാനുള്ളത്? ഭക്തരുടെ എല്ലാവരും ഭക്തന്മാരാണല്ലോ. അപ്പോൾ ഞങ്ങൾ അഭിമന്യ ദേവനെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇതിനൊരു ചുറ്റമ്പലം വരാനുണ്ട്, അതുപോലെ ഒരു കുളം അവിടെയുണ്ട്, കുളം നിർമ്മാണം നടക്കാനുണ്ട്. അതുപോലെ അങ്ങനെയുള്ള ചില പ്രവർത്തനങ്ങൾ ഇനിയും ബാക്കി കിടക്കുകയാണ്. ഇനി അടുത്ത പ്രതിഷ്ഠാ ദിനത്തിലെങ്കിലും ഇതിൻ്റെ ഒരു ബാക്കി കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ തുടക്കം ഇടാൻ കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഒരൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇനി ആരൊക്കെ പോകാമെന്നറിയില്ല. അപ്പോൾ ഇതിനുള്ള ഭക്തന്മാർ ഞങ്ങളൊക്കെ സഹകരിക്കണമെന്നാണ് പറയുക. ഓക്കെ. ഞാൻ കുട്ടിക്കാലം മുതലേ ഉള്ളതാണ്. ഞാൻ ഇവിടുന്ന് കളിച്ച് വളർന്നതാണ്. മാതൃസമിതിക്കാർ ഇന്നത്തെ ഈ അമ്പലത്തിൻ്റെ ഈ ഉത്സവത്തിൽ അന്നദാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും മറ്റും നിങ്ങൾ നല്ല രീതിയിലുള്ള പ്രവർത്തനം, കൂട്ടായ രീതിയിലുള്ള പ്രവർത്തനമാണല്ലോ ഇവിടെ കാഴ്ചവെച്ചത്. അപ്പോൾ അത് എത്രമാത്രം നിങ്ങൾക്കത് മനസ്സിന് സന്തോഷം നൽകുന്നുണ്ട്? അതേ ബന്ധപ്പെട്ടുണ്ട് നല്ല സന്തോഷമുണ്ട്. ഭക്ഷണം എല്ലാവർക്കും എത്തിക്കാൻ വേണ്ടി സാധിച്ചു, നല്ല രുചികരമായ ഭക്ഷണമാണ് ഇന്ന് അന്നദാനമാണ് എല്ലാവർക്കും കിട്ടിയെന്നുള്ള അഭിപ്രായമാണ് പൊതുവെ ടൈംസ് ഓഫ് എല്ലാവരും പങ്കുവച്ചത്. അപ്പോൾ ഇതിൽ മുൻകൈയെടുത്ത് പ്രവർത്തിച്ച എല്ലാ മാതൃസമിതി അംഗങ്ങൾക്കും ടൈംസ് ഓഫ് അഭിനന്ദനങ്ങൾ കൂടി അറിയിക്കുകയാണ്. ചേച്ചിക്ക് എന്തെങ്കിലും പറയണ്ടോ? അറിയില്ല. ദീർഘനാളെ അറിയപ്പെടുന്ന ഒരു അമ്പലമാണ്. എൻ്റെ അച്ഛൻ ഈ കമ്മിറ്റിയിലേനും ഇവിടുത്തെ നാരായണന്മാരും അവരൊക്കെ അന്നേരം പറയുന്നത് കേട്ട് ഈ വിഗ്രഹം ഇവിടുന്ന് നഷ്ടപ്പെട്ടു പോയി, എവിടെയോ ഇവിടെ അടുത്തെങ്ങാനുണ്ടെന്നാണ് പറയുന്നത്. ഇതുവരെയും കൈ കിട്ടിയിട്ടില്ല. കുറേ പരിധി നോക്കി. അതുമായി ബന്ധപ്പെട്ട് കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു അല്ലേ? കേസ് താഴെ വടിയത്തുള്ള ഒരു ചിഹ്നം നമ്പ്യാർ എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ വന്ന് അന്ന് സ്വർണ്ണ പ്രശ്നത്തിന് അയാളെ കൂട്ടിക്കൊണ്ടുവന്നു. അയാൾ എന്തൊക്കെയോ പറഞ്ഞു അറിഞ്ഞൂടാ. ആയിക്കോട്ടെ, ഏതായാലും ക്ഷേത്ര നാളെ നല്ല രീതിയിൽ പുരോഗമിക്കട്ടെ. അതിനുവേണ്ടി ഈ ഭാഗത്തുള്ള എല്ലാ വിഭാഗ ആൾക്കാരെയും സഹകരണങ്ങൾ നമുക്ക് ഉണ്ടാകട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. ഓക്കെ.
ആത്മപ്രകാശിനി അജ്ഞാനനാശിനി മൂകാംബികേ.
ആകാശരൂപിണി അന്നപൂർണേശ്വരി
Shadani